ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ 5th യൂണിറ്റാണ്. മാനേജ്മെൻറ്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇൻട്രൊഡക്ഷൻ. ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വേറൊരു മുറിയല്ല, അതൊരു എക്കോളജിയാണ്. അതിൽ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ വീട്, കുടുംബം, സമൂഹം എന്നിവയെല്ലാം ക്ലാസ് റൂമിൽ അവരുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറൊരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാറ്റം വരുത്തിയാൽ ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. പൂർണ്ണമായ മാറ്റത്തിന് ചുറ്റുപാടുകളെയും നമ്മൾ മനസ്സിലാക്കണം. ഇഷ്യൂസ് ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. ഇൻക്ലൂസീവ് സെറ്റപ്പിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ: 1. ലെസ് സ്റ്റുഡൻസ് എൻറോൾമെൻറ്റ്. കുറഞ്ഞ പ്രവേശന നിരക്ക്. മെയിൻ സ്ട്രീം സ്കൂളുകളിൽ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് CWSL ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഭിന്നശേഷിയുള്ള കുട്ടികൾ ചേരുന്നത് വളരെ കുറവാണ്. 2. ലാക്ക് ഓഫ് കോമ്പിറ്റൻസി എമംഗ് ടീച്ചേഴ്സ് ഇൻ ഹാൻഡ്ലിംഗ് CWSL. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ക്ലാസ് റൂം ടീച്ചേഴ്സിന് ഭിന്നശേഷിയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള പരിശീലനമോ അറിവോ ഒന്നും ഉണ്ടായിരിക്കില്ല. 3. ലാർജ് ക്ലാസ് സൈസസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ തന്നെ 40 മുതൽ 50 വരെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അധ്യാപകർക്ക് CWSL കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകാൻ കഴിയുന്നില്ല. 4. റിജിഡ് കരിക്കുലം. മാറ്റമില്ലാത്ത കരിക്കുലം. നിലവിലുള്ള നമ്മുടെ കരിക്കുലം വളരെ റിജിഡാണ്. അത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികളുടെ ആവശ്യങ്ങളൊന്നും ഇതിൽ പരിഗണിക്കണില്ല. അതായത് ഒരു അഡാപ്റ്റഡ് ആയിട്ടുള്ള കരിക്കുലമൊന്നും ഇവിടെ ഇല്ല. 5. ഇൻഅഡിക്വേറ്റ് പ്രീ സർവീസ് ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫോർ ടീച്ചേഴ്സ്. അധ്യാപകരുടെ പരിശീലനത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത്. അധ്യാപകർക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പ്, അതായത് പ്രീ സർവീസിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ അതിന് ശേഷം ഇൻ സർവീസിൽ ഇരിക്കുമ്പോഴൊന്നും ആവശ്യത്തിന് ക്വാളിറ്റി ഉള്ള ട്രെയിനിങ് ഒന്നും ലഭിക്കുന്നില്ല. 6. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഭിന്നശേഷിയുള്ള കുട്ടികളോട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പലപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവമാണുള്ളത്. ഇത് വലിയൊരു പ്രശ്നമാണ്. 7. ഇൻഅഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ റാമ്പുകൾ, പ്രത്യേക ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇതൊക്കെ CWSL കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 8. ലാക്ക് ഓഫ് അസിസ്റ്റീവ് ഡിവൈസസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായ ഉപകരണങ്ങളുടെ കുറവാണ്. കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ അസിസ്റ്റീവ് ഡിവൈസസ്, അതായത് കേൾവി സഹായികൾ, പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ മുതലായ കാര്യങ്ങളൊന്നും ക്ലാസ് മുറികളിൽ ലഭ്യമാകാറില്ല. 9. മോർ യൂസ് ഓഫ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഇൻ ദ ക്ലാസ് റൂംസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, PPTs വഴിയാണല്ലേ. അപ്പോൾ പല കുട്ടികൾക്കും ഇതെന്താണ് അത്ര നല്ലതല്ല അല്ലേ. പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ PPTs ഒന്നും എല്ലാവർക്കും അങ്ങനെ എന്താണ് തൃപ്തിപ്പെടണമെന്നില്ല. 10. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സ്കൂളുകളിലും പണ്ട് മുതൽക്കുള്ള ചില രീതികൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഠനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തടസ്സമാവുന്നുണ്ട്. അതായത് പുതിയൊരു രീതി ഒന്നും ട്രൈ ചെയ്യണില്ല അല്ലേ. പഴയ ആ ഒരു മെത്തേഡ് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് വരികയാണ്. 11. ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി വിൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹിക പിന്തുണയുടെ കുറവ്. മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഇത്തരം കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ വിടാൻ മടിയാണ്. ദേ പ്രിഫർ സെൻഡിങ് ദം ടു സ്പെഷ്യൽ സ്കൂൾ ഇൻസ്റ്റെഡ് ഓഫ് മെയിൻ സ്ട്രീം സ്കൂൾസ്. അതായത് അവരെ സ്പെഷ്യൽ സ്കൂൾസ്ക്ക് പറഞ്ഞേക്കാനാണ് ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. 12. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ ടുവേർഡ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യക്കുറവ് അല്ലേ. ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ തീരുമാനങ്ങളോ ഭരണപരമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. 13. റിറ്റൻഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഇൻ സ്കൂൾസ്. കുട്ടികളെ സ്കൂളിൽ നിലനിർത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്തുണയുടെ ഒക്കെ ഒരു കുറവ് കൊണ്ടും പിന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഈ കുട്ടികളൊന്നും ഈ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളൊന്നും അധിക കാലമൊന്നും സ്കൂളിൽ തുടരുന്നില്ല അല്ലേ. എല്ലാവരും കുറച്ച് കാലം പോയി കഴിയുമ്പോൾ തന്നെ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ട് കിട്ടില്ല.
ഒരു സാധാരണ ക്ലാസ് റൂമിൽ സാധാരണ കുട്ടികളോടൊപ്പം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ചലഞ്ചസ് ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. 1. എക്സിക്യൂഷൻ ഓഫ് പോളിസീസ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതോറിറ്റി എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. അതോറിറ്റി ഷുഡ് ബി സിൻസിയർ, അതായത് നമ്മളുടെ അതോറിറ്റി ഭയങ്കര ആത്മാർത്ഥതയുള്ള അതോറിറ്റി ആയിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടനവധി നല്ല പോളിസികളും നിയമങ്ങളും 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം, അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അധികാരികൾ അത് ആത്മാർത്ഥതയോടെ എന്ത് ചെയ്യണില്ല, നടപ്പിലാക്കണില്ല അല്ലേ. അത് നടപ്പിലാക്കണം. ചെറിയ ചെറിയ തടസ്സങ്ങളും ഓരോ എന്താ പറയുക ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കരുത്. ഇതിനെന്ത് ചെയ്യണം, ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത്. 2. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡിസബിലിറ്റി. സമൂഹത്തിൻ്റെ മനോഭാവം. സമൂഹത്തിൽ ഇപ്പോഴും ഭിന്നശേഷിയുള്ള കുട്ടികളോട് ഒരു അകൽച്ചയുണ്ട്. അവയർനെസ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ആളുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 3. റെസിസ്റ്റൻസ് ഓഫ് പാരൻസ്. മാതാപിതാക്കളുടെ എതിർപ്പ്. CWSൽ കുട്ടികളുടെ പാരൻസിന് അവരുടെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചിട്ടൊന്നും കൃത്യമായിട്ടുള്ളൊരു അറിവൊന്നും ഉണ്ടാവില്ല അല്ലേ. ഞങ്ങളുടെ കുട്ടികൾ മെയിൻ സ്ട്രീം സ്കൂളിലേക്ക് വിടാൻ അവർക്കൊരു മടി ഉണ്ടാവും. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക എന്നൊന്നും അവർക്കറിയില്ലല്ലോ അല്ലേ. അപ്പോൾ മീഡിയാസ് വഴിയും പത്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയെങ്കിലുമൊക്കെ ബോധവൽക്കരണം ചെയ്യിക്കണം. അതായത് എല്ലായിടത്തും ഇപ്പോൾ എന്താ പറയുക ന്യൂസ് പേപ്പർ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ TV കൂടിയും ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസും കമ്പ്യൂട്ടേഴ്സും ഇതൊക്കെ അധികം വീടുകളിലുണ്ടല്ലോ. അപ്പോൾ മാക്സിമം സ്രോതസ്സുകൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 4. ഇൻക്രീസിങ് സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്. അധ്യാപകർക്കുള്ള പരിശീലനം. സാധാരണ ടീച്ചർമാർക്ക് ഇത്തരം കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ സെൻറ്ററുകളിൽ ഇതിനുള്ള പ്രത്യേകമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ് നൽകണം. അപ്പോൾ മാത്രമേ ടീച്ചേഴ്സിന് ഇത്തരത്തിലൊരു കുട്ടി അവരുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയോട് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സിലാവുള്ളൂ. 5. ലിങ്കിങ് റിസർച്ച് ആൻഡ് പ്രാക്ടീസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഭിന്നശേഷിയെക്കുറിച്ചിട്ട് നടക്കുന്ന വലിയ വലിയ റിസർച്ചുകളും കണ്ടെത്തലുകളൊക്കെ എന്ത് ചെയ്യണം, സാധാരണ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഡിസബിലിറ്റി സ്റ്റഡി സെൻറ്റർ തുടങ്ങണം. അപ്പോഴല്ലേ കൂടുതൽ ആൾക്കാർ അതിലേക്ക് ചെല്ലും ഇതാവുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഇതിന് വേണ്ട അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല. 6. പിയർ ട്യൂട്ടറിങ്. കൂട്ടുകാരുടെ സഹായം. ക്ലാസ്സിലെ മറ്റ് കുട്ടികളെ കൊണ്ട് ഇത്തരം കുട്ടികളെ പഠനത്തിൽ സഹായിപ്പിക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ കുട്ടികൾ തമ്മിൽ നല്ലൊരു പോസിറ്റീവ് ബന്ധം വളർത്തിയെടുക്കാൻ സഹായിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഔട്ടൊക്കെ കുറഞ്ഞു കിട്ടുമല്ലേ. പല കുട്ടികളും പാതി വഴിയിൽ വെച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണ്, അധ്യാപകരുടെയും കൂട്ടുകാരുടെയും വേണ്ടത്ര സപ്പോർട്ടൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ്. ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെൻറ്റ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ. ഓൺലൈനായിട്ടോ നേരിട്ടോ ഉള്ള ക്ലാസ്സുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയാണ് ടീച്ചേഴ്സും സ്കൂളും ഉപയോഗിക്കുന്ന കുറച്ച് പ്രോസസ്സാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പറയുന്നത്. അക്കാഡമിക് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. കുട്ടികളുടെ പഠനത്തിനും പിന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ളതും ഇമോഷണലായിട്ടുള്ള ലേണിങ്ങിനൊക്കെ സഹായിക്കുന്ന ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ കണക്റ്റഡ്നെസ്. സ്കൂളിൽ ടീച്ചേഴ്സും കുട്ടികളും എന്താ പറയുക അവരുടെ ലേണിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊരു വ്യക്തിയായിട്ട് അംഗീകരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഒരു ബിലീഫാണ് സ്കൂൾ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇറ്റ് ഈസ് എ ബിലീഫ് ഹെൽഡ് ബൈ സ്റ്റുഡൻസ്. കുട്ടികൾ എന്താണ് വിശ്വസിക്കുകയാണ് ഈ സ്കൂള് എന്താണ്, സ്കൂളും സ്കൂളത്തെ ഫ്രണ്ട്സൊക്കെ എന്തുണ്ട്, മറ്റു കുട്ടികളും സ്കൂളത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഞങ്ങൾക്ക് എന്താണ് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലമാണെന്ന് കുട്ടികൾക്ക് തോന്നുന്നില്ലേ. അപ്പോൾ സ്കൂളിനോട് എന്തുണ്ടാകും കുട്ടികൾക്ക്, സ്വാഭാവികമായിട്ടും നല്ല ടീച്ചേഴ്സും നല്ലൊരു ഫ്രണ്ട്സും നല്ല മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലേ. സ്കൂളിനോടൊരു ആത്മബന്ധം തോന്നുന്നുണ്ടല്ലേ, ഒരു വീട് പോലെ സ്കൂളിനെ എന്താണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. പ്രിവെൻഷൻ ഓഫ് റിസ്കി ബിഹേവിയേഴ്സ്. സ്കൂളുമായിട്ട് നല്ലൊരു മാനസിക അടുപ്പമുള്ള ഒരു കുട്ടികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പിന്നെ സൂയിസൈഡിൻ്റെ ടെൻഡൻസി, അതുപോലെ തന്നെ മോശം കാര്യങ്ങളിലേക്ക് പോകുന്ന സാധ്യത, ഇതൊക്കെ എന്താണ് വളരെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അതുമാത്രമല്ല മറ്റൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, ദ സ്റ്റുഡൻസ് വിൽ ഹാവ് മോർ പോസിറ്റീവ് അക്കാഡമിക് ഔട്ട്കംസ്.
അതായത് ഇത്തരം കുട്ടികൾക്ക് അക്കാഡമിക്കലി ഭയങ്കര വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസൊക്കെ ഉണ്ടാവും. അതായത് നല്ല പഠനത്തിൽ നല്ല മുന്നേറ്റം, അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ, കുട്ടികൾ അതിനോടൊക്കെ എന്താണ് ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും അല്ലേ. ക്ലാസ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് ഉള്ളത്. ആൻറ്റിസെഡൻറ്റ് സ്ട്രാറ്റജീസും കോണ്ടിജൻസി റിയാക്റ്റീവ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് കേട്ടോ. ആൻറ്റിസെഡൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് വരാതെ മുൻകൂട്ടി തടയുന്ന ഒരു രീതിയാണ് കേട്ടോ. കോണ്ടിൻജൻസി റിയാക്റ്റീവ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ക്ലാസ്സിൽ ബഹളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ടീച്ചർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. എന്താണ് പറയുന്നത്? കോണ്ടിജൻസി റിയാക്റ്റീവ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഇമ്പാക്റ്റ് ഓഫ് ഡിസ്റപ്ഷൻസ്, കുട്ടികൾ തമ്മിലുള്ള വഴക്ക്, പിന്നെ ബുള്ളിയിങ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം അവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും അത് അവരുടെ മാർക്കിനെയും അതുപോലെ തന്നെ പെർഫോമൻസിനെയൊക്കെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. എക്സിക്യൂഷൻ ഓഫ് കരിക്കുലം, സ്കൂളത്തെ സിലബസ് അതുപോലെ തന്നെ കരിക്കുലമൊക്കെ മെച്ചപ്പെടുത്താൻ, അതായത് അഡാപ്റ്റഡ് ആയിട്ടുള്ള കരിക്കുലം കൊണ്ടുവരാനൊക്കെ എന്ത് വേണം? നല്ലൊരു മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. അച്ചീവിങ് ലേണിംഗ് ഗോൾസ്, ഒരു മികച്ച ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവിടെ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഇനി അടുത്തത് നോക്കാം കേട്ടോ. ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെൻറ്റ് അപ്രോച്ച്. ബിഹേവിയർ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ സം സ്റ്റുഡൻസ് ക്യാൻ ഡിസ്റപ്റ്റ് ടീച്ചിങ് ആൻഡ് അഫക്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് ചില കുട്ടികൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന സ്വഭാവ പ്രശ്നങ്ങൾ ആ ഒരു ക്ലാസ്സിലത്തെ ഫുള്ളായിട്ടുള്ള ആ ഒരു ടീച്ചിങ്ങിനെ അതുപോലെ തന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് റെഫർ ടു ദ ആക്ഷൻ ആൻഡ് ഡയറക്ഷൻ യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു എൻഷുർ എ കൺഡ്യൂസീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ വിത്തൗട്ട് എനി ഡിസ്റപ്ഷൻസ്. അതായത് ഒരു തടസ്സവും ഇല്ലാതെ സമാധാനപരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട്, ക്ലാസ്സിൽ ഉണ്ടാക്കാനായിട്ട് ടീച്ചേഴ്സ് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് ഈ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. CDC റിസർച്ച്, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. CDCത്തെ ഗവേഷകർ അതായത് റിസർച്ചേഴ്സ് പറയുന്നത് എന്താണ്? അവരുടെ കണ്ടെത്തൽ പ്രകാരം കുട്ടികൾക്ക് സ്കൂളിനോടും കൂട്ടുകാരോടൊക്കെ ഒരടുപ്പം, അതായത് ഒരു ആത്മബന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ കണക്റ്റഡ്നെസ് എന്നൊക്കെ, ആ ഒരു കണക്റ്റഡ്നെസ് ഒരു എൻഗേജ്മെൻറ്റൊക്കെ ഉണ്ടാവാനായിട്ട് ബിഹേവിയർ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് കൃത്യമായിട്ടുള്ള ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വമൊക്കെ തോന്നും. കുട്ടികൾക്ക് സ്കൂളിനോട് കൂടുതൽ അടുപ്പം തോന്നുന്നത് എപ്പോഴാണെന്ന് പറയണത് നമുക്കതൊന്ന് നോക്കാം അല്ലേ. ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, ക്ലാസ്സിലെ ജോലികൾ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ. 2 ഫെയർനെസ് ആൻഡ് കൺസിസ്റ്റൻസി, ചില ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ ചില കുട്ടികളോട് ഒരു ഫേവറിസം കാണിക്കുന്നുണ്ടാവില്ലേ, അവർ എന്താ പറയുക ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ പറയും ഇന്നൊന്നും കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ പറയില്ല. ടീച്ചേഴ്സിന് എന്തുണ്ടാവും? ഒരു ഇഷ്ടപ്പെട്ടൊരു കുട്ടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതെന്ത് ചെയ്യരുത്, പറ്റരുത്. ടീച്ചേഴ്സ് നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ യാതൊരു ഫേവറിസം ഇല്ലാതെ എല്ലാവരോടും നീതി പുലർത്തിയിട്ട് പെരുമാറണം ക്ലാസ്സിൽ കേട്ടോ. 3 അഡ്രസ്സിങ് പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി, കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായാൽ അധ്യാപകർ എന്ത് ചെയ്യണം? അതപ്പം തന്നെ തിരുത്തണം. 4 അണ്ടർസ്റ്റാൻഡിങ് കോൺസിക്വൻസസ്, ക്ലാസ്സിലെ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുമെന്ന് പറയണത്? കുട്ടികൾക്ക് എന്തുണ്ടാവുമെന്ന് പറയുന്നത്? കുട്ടികൾക്ക് സ്കൂളിനോടൊരു അടുപ്പം തോന്നുന്നതാണ് പറയണത് കേട്ടോ. എവിഡൻസ് ബേസ്ഡ് ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനുള്ള സ്ട്രാറ്റജീസ് പ്രധാനമായിട്ട് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ്, അതായത് ABA എന്ന രീതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ ABA BF സ്കിന്നറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒപ്പാരൻ്റ് കണ്ടീഷനിങ് തിയറിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്. ക്ലാസ്സിൽ നല്ലൊരു പഠനാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ കുറയ്ക്കാൻ, പിന്നെ നല്ല കാര്യങ്ങൾക്ക് എന്താ പറയുക റിവാർഡ്സ് കൊടുക്കുക അല്ലേ, അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനൊക്കെ ടീച്ചേഴ്സ് ഈ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇനി പറയാൻ പോണത് കേൺ ആൻഡ് ക്ലെമൻസ് നിർദ്ദേശിച്ചിട്ടുള്ള 10 സ്ട്രാറ്റജീസ്. കേൺ ആൻഡ് ക്ലെമൻസ് നടത്തിയ പഠനത്തിൽ
ക്ലാസ്സിലെ അച്ചടക്കത്തിനായിട്ട് 10 പ്രധാന കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടോ. ഇവയെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. കാറ്റഗറി എ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. 1. മാക്സിമൈസിങ് സ്ട്രക്ചർ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോടെയും അതുപോലെ തന്നെ ഘടനകളോടെയൊക്കെ ചെയ്യുക. 2. ടീച്ചിങ്, മോണിറ്ററിങ് ആൻഡ് റീഇൻഫോഴ്സിങ് റൂൾസ്. ക്ലാസ് നിയമങ്ങൾ പഠിപ്പിക്കുക. കുട്ടികൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക. 3. ആക്റ്റീവ്ലി എൻഗേജിങ് സ്റ്റുഡൻസ്. കുട്ടികളെ എപ്പോഴും എന്ത് ചെയ്യുക, പഠന കാര്യങ്ങളിൽ സജീവമായിട്ട് നിലനിർത്തുക. 4. അക്നോളജിങ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുക, അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അവരൊന്ന് അംഗീകരിക്കുകയോ ചെയ്യുക. 5. റെസ്പോണ്ടിങ് ടു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ. മോശമായിട്ട് എന്തെങ്കിലും സ്വഭാവങ്ങൾ കുട്ടികൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനോട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രതികരിക്കുക ചെയ്യുക. അതുപോലെ തന്നെ അപ്പം തന്നെ അത് തിരുത്തുകയും ചെയ്യുക കേട്ടോ. ആദ്യത്തെ ഈ 5 എണ്ണം കാറ്റഗറി എയിലും നെക്സ്റ്റ് 5 എണ്ണം കാറ്റഗറി ബിയിലുമാണ് കേട്ടോ. അപ്പോൾ ഇനി കാറ്റഗറി ബി നോക്കാം അല്ലേ. കാറ്റഗറി ബി ഇൻസ്ട്രക്ഷൻ റിലേറ്റഡ് സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് വൺ എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമാൻഡ്സ്. കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും കമാൻഡുകളും നൽകുക. 2. സീക്വൻസിങ് ഓർ ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ്. ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ടൊരു ഓർഡറിലും അതുപോലെ തന്നെ സമയക്രമത്തിലൊക്കെ ചെയ്യുക. 3. പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. പഠിപ്പിക്കുന്നതിൻ്റെ വേഗത എപ്പോഴും എങ്ങനെയാണ് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. 4. ചോയ്സ് ആൻഡ് അസസ് ടു പ്രിഫേർഡ് ആക്ടിവിറ്റീസ്. കുട്ടികൾക്ക് താല്പര്യമുള്ള ചില ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് നൽകുക. ആൻഡ് ദ ലാസ്റ്റ് വൺ മോണിറ്ററിങ് ട്രാൻസാക്ഷൻസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ലേണിംഗ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. ഇനി ഇവ ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. 1. മാക്സിമൈസിങ് സ്ട്രക്ചർ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലത്തെ ഘടന മെച്ചപ്പെടുത്തലും. ഇവിടെ എന്താ പറയണത്, പ്രെഡിക്റ്റബിൾ റുട്ടീൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കുട്ടികൾക്കും സ്റ്റാഫിനും ദിവസേന നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അതെപ്പോഴൊക്കെയാണ് നടക്കുക എന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കണം. ഒരാക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് വേണം, മുൻകൂട്ടിയിട്ട് സിഗ്നലുകൾ നൽകണം. നെക്സ്റ്റ് എൻവയോൺമെൻറ്റ് ഡിസൈൻ. ക്ലാസ്സിലെ അന്തരീക്ഷം നല്ല സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അതിനായിട്ട് ഈസി ട്രാഫിക് ഫ്ലോ, കുട്ടികൾക്ക് നടക്കാനുള്ള എളുപ്പമായിട്ടുള്ള വഴികൾ. അഡിക്വേറ്റ് സൂപ്പർവിഷൻ, ആവശ്യത്തിന് മേൽനോട്ടം. ഡെസിഗ്നേറ്റ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻറ്റ് ഏരിയസ്, അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കുക. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, വിവിധ ആക്ടിവിറ്റികൾക്കും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്ക്സിനൊക്കെ അതിനായിട്ട് ബെറ്റർ ആയിട്ടുള്ള സീറ്റിങ്സ് തയ്യാറാക്കുക. 2. ടീച്ചിങ്, മോണിറ്ററിങ് ആൻഡ് റീഇൻഫോഴ്സിങ് റൂൾസ്. നിയമങ്ങൾ പഠിപ്പിക്കലും നടപ്പിലാക്കലും. ഇവിടെ എന്താ പറയുന്നത്, ക്ലിയർ ആൻഡ് സിമ്പിൾ റൂൾസ്. നിയമങ്ങൾ വളരെ ക്ലിയർ സിമ്പിളും ആയിരിക്കണം, അതുപോലെ തന്നെ ലളിതവും ആയിരിക്കണം, വ്യക്തമായിട്ടുള്ളതും ആണെന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആയിരിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഓടി കളിക്കുകയാണെങ്കിൽ ഡോണ്ട് റൺ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം, വാക്ക് സോഫ്റ്റ്ലി എന്ന് പറയുക. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് അതൊരു ഇതാവില്ല. നമ്മളൊരു കാര്യം ചെയ്യണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്താ ചെയ്താൽ എന്നുള്ളൊരു ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ നിയമത്തിൽ കുട്ടികളോട് സൗമ്യമായിട്ട് പെരുമാറണം എന്നാണ് പറയണത് കേട്ടോ. എക്സ്പ്ലിസിറ്റ്ലി ടോട്ട് ആൻഡ് മോണിറ്റേർഡ്. ഈ നിയമങ്ങൾ വെറുതെ ചുവരിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ, കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ മോഡൽ ചെയ്തിട്ട് കാണിക്കണം. അവരത് പാലിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ നിരീക്ഷിക്കുക. ആക്റ്റീവ് സൂപ്പർവിഷന് വേണം. പിന്നെ എന്താ പറയുന്നത്, നിയമങ്ങൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഫെയർ ആയിട്ട് നടപ്പിലാക്കണം അല്ലേ. ആർക്കും ടീച്ചേഴ്സിനൊക്കെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു നിയമം ഉണ്ടെങ്കിൽ അതെന്താണ്, എല്ലാവർക്കും ഈക്വലായിട്ട് അതേപോലെ നടപ്പിലാക്കണം. 3. ആക്റ്റീവ്ലി എൻഗേജിങ് ആൾ സ്റ്റുഡൻസ്. കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക, സജീവമായിട്ട് നിലനിർത്തുക. ഇവിടെ എന്തൊക്കെയാണ് പറയണത്, ഹൈ റേറ്റ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു റെസ്പോണ്ട്. കുട്ടികൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. ഒരു ഉത്തരത്തിന് വേണ്ടി നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഒരാളെ മാത്രം നോക്കരുത്, എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക, അവസരം കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
പേപ്പറിൽ ആൻസർ എഴുതാൻ പറയും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആൻസർ എഴുതാമല്ലോ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആകെ എന്താ പറയുക ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കുട്ടികളെ നീപ്പിച്ച് നിർത്തിയിട്ട് അവരോടൊക്കെ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഇങ്ങനെ അന്വേഷിക്കാനൊന്നും പറ്റൂല അല്ലേ. പിന്നെ എല്ലാ കുട്ടികളുടെയും എന്താ പറയുക ഐഡിയാസ് ഒരേ ടൈമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പേപ്പറിൽ അവരോട് എഴുതാൻ പറയണം. ഒരു ക്വസ്റ്റ്യൻ പറയുക, പേപ്പറിൽ എഴുതാൻ പറയുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ്. കുട്ടികളുടെ പങ്കാളിത്തം കൂട്ടാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. എന്തൊക്കെ? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്, നേരിട്ടുള്ള അധ്യാപനം. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, CAI, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ള പഠനം. കോഓപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പീർ ട്യൂട്ടറിങ്, പരസ്പരം സഹകരിച്ചിട്ടുള്ള പഠനവും അതുപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരുമിച്ചുള്ള പഠിപ്പിക്കൽ. ഗൈഡഡ് നോട്ട്സ് ആൻഡ് റെസ്പോൺസ് കാർഡ്സ്, അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് കുട്ടികൾ സ്വന്തം കാർഡുകളിൽ ഉത്തരം എഴുതി കാണിക്കുന്ന രീതി. ഇതൊക്കെ എന്താണ്? ആക്റ്റീവ്ലി എൻഗേജിങ് ആൾ സ്റ്റുഡൻസ്, ഇതൊക്കെ കുട്ടികളെ സജീവമായിട്ട് നിലനിർത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. 4, സ്ട്രാറ്റജീസ് ടു അക്നോളജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, നല്ല സ്വഭാവങ്ങളെ അംഗീകരിക്കലാണ് 4ാമത്തത് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? നല്ല സ്വഭാവങ്ങൾ ആവർത്തിക്കാനായിട്ട് കുട്ടികളെ എങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കേട്ടോ. സ്പെസിഫിക് പ്രൈസ്, കുട്ടി നല്ലൊരു കാര്യം ചെയ്താൽ അപ്പം തന്നെ അവരെ അഭിനന്ദിക്കാം. വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ വഴി, അതായത് ഒന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ ഗുഡ് ബോയ് എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ തോളിൽ തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുക അല്ലേ. നെക്സ്റ്റ്, ഗ്രൂപ്പ് കോണ്ടിൻജൻസീസ്, വ്യക്തിപരമായിട്ട് സമ്മാനം കൊടുക്കുന്നതിന് പകരം കുട്ടികളെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, പോയിന്റുകൾ നൽകുക, അവസാനം എന്ത് ചെയ്യുക, സമ്മാനം നൽകുക അല്ലേ. അതായത് ഒരു സെറ്റ് ഓഫ് ഒരു 5-6 കുട്ടികളെ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ്സായിട്ട് ചെയ്യുക. എന്നിട്ട് അവർക്കിടയിലായിരിക്കണം ആ ഒരു മത്സരം നടക്കേണ്ടത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഏത് ടീമാണോ ഏത് ഗ്രൂപ്പാണോ അതിൽ വിജയിക്കണം അവർക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുക. ടോക്കൺ എക്കണോമി, ശരിയായ ഉത്തരങ്ങൾക്കോ നല്ല സ്വഭാവങ്ങൾക്കോ ടോക്കണുകൾ നൽകുക. ഈ ടോക്കണുകൾ പിന്നീട് കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാം. 5, സ്ട്രാറ്റജീസ് ടു റെസ്പോണ്ട് ടു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, മോശമായിട്ടുള്ള സ്വഭാവങ്ങളെ എങ്ങനെ നേരിടണമെന്നാണ് ഇനി നോക്കാൻ പോണത്. ഇവിടെ എന്താ പറയണത്? ക്ലാസ്സിൽ ചില കുട്ടികൾക്ക് അനുസരണക്കേടോ അതല്ലെങ്കിൽ മോശമായിട്ടുള്ള സ്വഭാവമൊക്കെ കാണിക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ചുകളാണ് കേട്ടോ പറയണത്. ഇറർ കറക്ഷൻ, തെറ്റുകൾ തിരുത്തി കൊടുക്കുക. ഡിഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്, നല്ല സ്വഭാവങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക, മോശ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക, അവഗണിക്കുക. പ്ലാനഡ് ഇഗ്നോറിങ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിക്കുന്ന ചില കുസൃതികളും പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, അവഗണിക്കുക. ടൈം ഔട്ട് ഫോർ റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ലഭിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് കുട്ടിയെ ഒരു കുറച്ച് നേരത്തിന് മാറ്റി നിർത്തുക. ഇതിനായിട്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടൂൾസാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഐ കോണ്ടാക്റ്റ് ആൻഡ് പ്രോക്സിമിറ്റി കൺട്രോൾ, കണ്ണുകൾ കൊണ്ട് നിയന്ത്രിക്കുക. അതല്ലെങ്കിൽ അധ്യാപകർ എന്ത് ചെയ്യുക, കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒന്ന് നിൽക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി എന്തെങ്കിലും വേണ്ടാത്ത ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുറച്ച് നോക്കുമ്പോൾ തന്നെ എന്താണ്, അവിടെ അടിക്കേണ്ട ആവശ്യം ഇതൊന്നുമില്ല അല്ലേ. ആ ഒരു നോട്ടത്തിൽ തന്നെ എന്താണ് ഒരു കൺട്രോൾ ആവുന്നുണ്ടല്ലോ അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അടുത്ത് പോയിട്ട് നിൽക്കുക. അപ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യും, ഒരു എന്താ പറയുക, അതൊക്കെ ഒരു എന്താ പറയുക, കുട്ടിക്ക് അപ്പോൾ ഒരു ഇതുണ്ടാവും, ഞാൻ ചെയ്തത് എന്തോ തെറ്റാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുമല്ലോ. സെക്കൻഡ് വൺ, ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്, കുട്ടിയെ പഠന കാര്യങ്ങളിൽ സജീവമായിട്ട് നിലനിർത്തുക. 3, റിമൈൻഡ് ഓർ റീടീച്ച് എക്സ്പെക്റ്റേഷൻ ആൻഡ് റൂൾസ്, ക്ലാസ്സിലെ നിയമങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സിലെ എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷകളൊക്കെ കുട്ടിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, അതല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ അപ്പോൾ ടീച്ചർ ഇത്രയും പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്, ഇത് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പഠനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ എന്താണ്, നഷ്ടപ്പെട്ടു പോകും അല്ലേ. അതുപോലെ തന്നെ എന്തോ അത് ഇനിയിപ്പോൾ ഒരു എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പുഷ് കിട്ടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെയ്യും. പിന്നെ ആ പുഷ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ചെയ്യില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്യുക, അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക, അവരുടെ ഗോൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസും റൂൾസൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും പഠിപ്പിക്കുക. 4, റീഡയറക്റ്റ് ടു ഡിസൈഡ് ടാസ്ക്, ചെയ്യേണ്ട ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുക. 5, റിവാർഡ് എറൗണ്ട് സ്റ്റുഡൻറ്റ്, അതായത് വികൃതി കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നന്നായി പഠിക്കുന്ന കുട്ടിയെ എന്ത് ചെയ്യുക, പ്രശംസിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുക.
സെൽഫ് മോണിറ്ററിങ് ആൻഡ് റിഫ്ലക്ഷൻ ടൈം. സ്വന്തം സ്വഭാവത്തെക്കുറിച്ചിട്ട് സ്വയം വിലയിരുത്താനും പിന്നെ അവരോട് എന്ത് ചെയ്യുക, ചിന്തിക്കാനും എന്ത് ചെയ്യുക, കുട്ടിക്കൊരു സമയം നൽകുക. 7. കൂൾ ഓഫ് പാസ് ആൻഡ് ടൈം അവേ ഫ്രം ഗ്രൂപ്പ്. കുട്ടികൾക്ക് ശാന്തമാവാൻ വേണ്ടിയിട്ട് കൂൾ ഓഫ് പാസ് നൽകിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് നേരത്തിന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. 8. ഫെയിലിയർ ടു ഏൺ റിവാർഡ് ആൻഡ് ചേഞ്ച് സീറ്റിംഗ്. നന്നായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ റിവാർഡ് കിട്ടില്ലെന്ന് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ കുട്ടിയുടെ സീറ്റ് മാറ്റുക. പിന്നെന്താ പറയണത്, എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമാൻഡ്സ്. ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകലും. ക്ലാസ്സിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ടീച്ചർമാർ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഗെറ്റിംഗ് അറ്റൻഷൻ ഫസ്റ്റ്. ആദ്യം നമ്മളൊരു നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മുമ്പ് കുട്ടികളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം അല്ലേ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ ഓരോ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾ ആദ്യം എന്ത് ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം. ക്ലിയർ ഡോസ് ഇൻ എ ഫേം കാം വോയിസ്. ദേഷ്യപ്പെടാതെ പക്ഷേ ഒരു ശാന്തമായിട്ടുള്ളൊരു ശബ്ദത്തിൽ എന്ത് ചെയ്യണം, അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ആംഗ്രി വോയിസ് ഒന്നും എടുക്കരുത്. ഒരു ഫേമായിട്ട്, അതായത് ക്ലിയർ ആയിട്ട് പറയും വേണമെന്ന് എന്ത് ചെയ്യുക, ദേഷ്യപ്പെട്ടിട്ടൊന്നും പറയരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡോസ്, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് വ്യക്തമായിട്ട് പറയുക. പ്രിസൈസ്, സ്പെസിഫിക് ആൻഡ് ഡയറക്റ്റ്. ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും കൃത്യമായിരിക്കണം, വ്യക്തത ഉള്ളതായിരിക്കണം, അതുപോലെ ഡയറക്റ്റ്, നേരിട്ടുള്ളതുമായിരിക്കണം. കുട്ടികൾ അതനുസരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെ നമ്മൾ എന്ത് ചെയ്യണം, പ്രശംസിക്കും വേണം കേട്ടോ. നെക്സ്റ്റ്, സീക്വൻസിങ് ഓർ ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റികളുടെ സമയക്രമം. ഇൻറ്റർസ്പിയേഴ്സിങ് ടാസ്ക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കഠിനമായിട്ടുള്ള ടാസ്കുകൾക്കിടയിൽ എളുപ്പമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ താല്പര്യം കൂട്ടാനും അതുപോലെ തന്നെ ക്ലാസ്സിലത്തെ തടസ്സങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ആഫ്റ്റർ ബ്രേക്സ്. ഇൻ്റർവെല്ലിന് ശേഷം പെട്ടെന്ന് എന്ത് ചെയ്യുക, കഠിനമായിട്ടുള്ള പഠന വിഷയത്തിലേക്കൊന്നും പോവാതെ പതുക്കെ ആക്റ്റീവ് ലേണിങ്ങിലൂടെ കുട്ടികളെ ക്ലാസ് റൂട്ടീനിലേക്ക് തിരികെ കൊണ്ടുവരണം. അതായത് നമ്മൾ ഒരുപാട് നേരം കളിച്ചിട്ട് പെട്ടെന്നൊരു ടഫുള്ളൊരു ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ശ്രദ്ധ വരില്ല. അപ്പോൾ പതുക്കെ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്കിലേക്ക് കുട്ടികളെ ശ്രദ്ധ കൊണ്ടുവരിക. നെക്സ്റ്റ്, പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പഠിപ്പിക്കുന്നതിൻ്റെ വേഗത. ബ്രിസ്ക് പേസിങ്. ക്ലാസ് എപ്പോഴും നല്ല വേഗതയിൽ മുന്നോട്ട് പോകണം. ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുന്നതിനും കുട്ടികൾ മറുപടി പറയുന്നതിനും ഇടയിലുള്ള ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, അതിങ്ങനെ കുറച്ചും കൊണ്ട് വരണം. അതായത് ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ അപ്പം തന്നെ കുട്ടികൾ മറുപടി പറയണം, ആ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവരണം. ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് എന്താ പറയുക, ക്ലാസ് നടക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, കുട്ടികൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോഴാണ് കഴിയുക, ഈ ടീച്ചർ ഇത് എപ്പോഴാണ് നിർത്തി പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് കുട്ടികൾക്ക് വരും അല്ലേ. പക്ഷേ വേഗത കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കും വേട്ടോ. അതായത് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആലോചിക്കാൻ ഒരു ടൈം കൊടുക്കാതെ അങ്ങനെ ചെയ്യരുത്. കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുട്ടികൾക്ക് ഒന്ന് തിങ്ക് ചെയ്തിട്ട് അതിന് ആൻസർ ഇന്ന് അപ്പം തന്നെ പറയാനുള്ളൊരു അങ്ങനത്തെ ഒരു അവസരം കൂടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ചോയ്സസ് ആൻഡ് ആക്സസ് ടു പ്രിഫേർഡ് ആക്ടിവിറ്റീസ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കലും. കുട്ടികൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ചില പ്രത്യേക ആക്ടിവിറ്റികൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എന്ത് ചെയ്യും, പങ്കാളിത്തം കൂട്ടുകയാണ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ സ്വഭാവ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറക്കുകയും ചെയ്യും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉള്ളൊരവസരം കിട്ടുകയല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതൊരു ഹാപ്പിനെസ് ഉണ്ടാക്കും അല്ലേ. നെക്സ്റ്റ്, മാനേജിങ് ട്രാൻസിഷൻസ്. മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ. ആധുനിക ക്ലാസ് റൂമുകളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ചർച്ചകളും കൂടുതലുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള ക്ലാസ്സുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ബഹളം എന്ത് ചെയ്യും, കൂടുതലേക്കാരം. ഫുഡ്ജെ ഇറ്റ് ആൾ 2008 അപ്രോച്ച്. ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ നടക്കുമ്പോൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, ശബ്ദം കൂടാൻ സാധ്യതയുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ കളർ കോഡഡ് റൂൾസ്, അതല്ലെങ്കിൽ മാച്ചിങ് സിഗ്നൽ സിസ്റ്റം, അതായത് നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സിഗ്നലുകളാണ് കേട്ടോ. ഇത് നൽകുന്നത് വഴി കുട്ടികൾക്ക് ആ സമയത്ത് എങ്ങനെ പെരുമാറണമെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഒരു യൂണിറ്റിനെ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.